എന്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് 2024 നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനെ GK പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഡി ആണ് 1931. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏത്? ആൻസർ എ ചമ്പാരൻ സത്യാഗ്രഹം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ആൻസർ ഡി റൗലത്ത് നിയമം. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്കുള്ള ഊർജം. അങ്ങനെയാണ് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തത് ആരെ? ആൻസർ ഡി ഉദ്ധം സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരെ? ആൻസർ ബി അംബേദ്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവരെ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. താഴെ തന്നിരിക്കുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? സമത്വത്തിനുള്ള അവകാശം, സ്വത്ത് വാങ്ങുന്നതിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യാനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അതും ഒഴിവാക്കിയതാണ്. 6ഉം 7ഉം ക്വസ്റ്റ്യൻ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കുന്നതിനായി സമീപിക്കേണ്ട കോടതി ഏത്? ആൻസർ ഡി കോടതിയെ സമീപിക്കാനാകില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ആൻസർ ബി ഇന്ത്യ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? ആൻസർ ബി നിയമ നിർമ്മാണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ആൻസർ സി ക്യാപ്റ്റൻ ലക്ഷ്മി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? വള്ളത്തോൾ നാരായണ മേനോൻ. ചെറുതുരുത്തിയിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിച്ചത്. സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പ്രവർത്തകൻ ആര്? ആൻസർ ബി വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? ആൻസർ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏത് രാജ്യത്തിനാണ്? ആൻസർ സി ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുമ്പ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ആൻസർ സി റനിൽ വിക്രം സിൻഹ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ആൻസർ ബി VP മേനോൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇരുമ്പുരുക്ക് ശാലകൾ തന്നിട്ട് സഹായം നൽകിയ രാഷ്ട്രങ്ങളും തന്നിട്ട് അത് ചേരുംപടി ചേർക്കണം. ഭിലായി ഏതാണ് ശരിയായതെന്ന്? ഭിലായി സോവിയറ്റ് യൂണിയൻ. പിന്നെ എന്താണ്? ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ. റൂർക്കലെ ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. അപ്പൊ ഏതാണ് ശരിയായിട്ടുള്ളത്? എ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം? ആൻസർ സി ന്യൂഡൽഹി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ആൻസർ ഡി 1986.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ? ആൻസർ സി, ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ആൻസർ ബി, മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ആൻസർ എ, പ്രതിഭ റായ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റേത്? ആൻസർ ഡി ആണ്. അതായത് അക്ഷാംശം 68°7' വടക്ക് മുതൽ ഇത് 97°25' വടക്ക് വരെ എന്നുള്ളത് തെറ്റാണ്. പിന്നെ എന്താണ്, ഡിയും തെറ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? ആൻസർ ബി, സിയാച്ചിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക? ആൻസർ ബി ആണ്, ഹിമാലയം. നെക്സ്റ്റ് ക്വസ്റ്റ്യനും അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ്, കേരളത്തിന്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരിയേത്? ഇതെല്ലാം ശരിയാണ് കേട്ടോ. അക്ഷാംശം 8°18' വടക്ക് മുതൽ 12°48' വടക്ക് വരെ, രേഖാംശം 74°52' കിഴക്ക് മുതൽ 77°22' കിഴക്ക് വരെ. ഭൂപ്രകൃതി അടിസ്ഥാനത്തിൽ കേരളത്തെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ തിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക? പശ്ചിമഘട്ടത്തിന്റെ പൂർവഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിന്റെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. തൃശ്ശൂർ കാഞ്ഞങ്ങാട് സമതലം, പാലക്കാട് ചുരം, എറണാകുളം തിരുവനന്തപുരം റോളിംഗ് സമതലം, തീരസമതലം. ഇതിലെ ഏതാണെന്ന്? ആൻസർ ബി ആണ്, പാലക്കാട് ചുരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ നീളത്തിന്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയത് ആദ്യം എന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക? കല്ലടയാർ, ചാലിയാർ, പമ്പ, കടലുണ്ടി, ഭാരതപ്പുഴ. ആൻസർ ഡി ആണ്, ഭാരതപ്പുഴ, പമ്പ, ചാലിയാർ, കടലുണ്ടി, കല്ലടയാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക? ആൻസർ ഡി ആണ്, നെയ്യാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കേരളത്തിലെ ദേശീയ ജലപാത? ആൻസർ സി ആണ്, NW3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ജില്ലകൾ ഒറ്റയാനെ കണ്ടെത്തുക? ആൻസർ ഡി ആണ്, സിയാൽ പദ്ധതി എറണാകുളം എന്നുള്ളത്. കേരളത്തിന്റെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? ആൻസർ എ, സജി ചെറിയാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള സൂചനകളിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാന്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം? ആൻസർ സി ആണ്, ചിന്നാർ വന്യജീവി സങ്കേതം. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ആൻസർ സി, വാർഡ് മെമ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ആൻസർ എ, എറണാകുളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്ന സംയോജിത പോർട്ടലാണ് കതിർ ആപ്പ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആരാണ്? ആൻസർ ഡി, രാജീവ് രഞ്ജൻ സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം?
ആൻസർ എ 89.45 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് നേഷൻസ് UN മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ആൻസർ ബി 134. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. ആൻസർ എ ബുധൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിന്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ആൻസർ സി ഹിന്ദുസ്ഥാനി സംഗീതം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരെ? ആൻസർ ഡി ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്? ആൻസർ ഡി ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവമുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ബി ഗാന്ധിജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം? ആൻസർ ബി 800. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോക അധ്യാപക ദിനം എന്ന്? ആൻസർ ബി ഒക്ടോബർ 5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട്? ആൻസർ എ ഇന്ദ്ര. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? ആൻസർ എ ബ്രസീൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ ധമനി. അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര. ഇതില് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കെഴുതുക. ആൻസർ ഡി ആണ്. ബിയും സിയുമാണ് ശരിയായിട്ടുള്ളത്. ശുദ്ധരക്തം വഹിക്കുന്നത് ശ്വാസകോശ സിരയും അശുദ്ധരക്തം വഹിക്കുന്നത് ശ്വാസകോശ ധമനിയുമാണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ആൻസർ ഡി ആണ്. എയും ഡിയും ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്? ആൻസർ സി ജ്വാലാമുഖി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഫിറോമോണിന് ഉദാഹരണമായത് ഏത്? ആൻസർ ബി ബോംബിക്കോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ആൻസർ എ ബൊട്ടാണിക്കൽ ഗാർഡൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏതു രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ആൻസർ സി COVID-19. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? വൈറസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ധവളപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറ്റുന്ന പ്രവർത്തനം? ആൻസർ ബി പ്രകീർണനം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ഈ ആസിഡ്? ആൻസർ എ ഫോമിക് ആസിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? ആൻസർ സി വിസരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? ആൻസർ സി സിങ്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവർ ഒഴിവാക്കിയതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻസർ ഡി ലാവോസിയെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചാന്ദ്രവാഹനം ഏത്? ആൻസർ ഡി, ചന്ദ്രയാൻ 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്തെഴുതുക. ക്ഷയം, എലിപ്പനി, ഡെങ്കിപ്പനി, മലമ്പനി. ആൻസർ ബി ആണ്. അതായത് ക്ഷയം എന്നുള്ളത് ഏതാണ്? മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനി എന്നുള്ളത് എന്താണ്? ലെപ്റ്റോപൈറ. നെക്സ്റ്റ് ഡെങ്കിപ്പനി എന്താണ്? വൈറസ് ആണ്. മലമ്പനി എന്താണ്? പ്ലാസ്മോഡിയം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? ആൻസർ എ ആണ്, ക്യൂലെക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗമേത്? ആൻസർ സി ആണ്, മീസിൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ആൻസർ എ, ഇരുമ്പ്. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ആൻസർ ബി, എഡ്വേർഡ് ജെന്നർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം? ആൻസർ ഡി, സ്പിഗ്മോ മാനോമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. ഇൻസുലിൻ കൂടുന്ന അവസ്ഥയാണ് പ്രമേഹത്തിന്റെ കാരണം. മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. കരളിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുന്നതാണ് ഫാറ്റി ലിവർ. ആൻസർ ബി ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എംഫസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ആൻസർ സി, ശ്വാസകോശം. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? ആൻസർ ഡി, മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? ആൻസർ എ, അമൃതം ആരോഗ്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ആൻസർ ബി, ഹർമൻ പ്രീത് സിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ആൻസർ ബി, ആട്ടം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ആൻസർ എ, മലിനജലം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരെ? ആൻസർ ബി, എസ് സോമനാഥ്. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ഹരിശ്രീ ലേണിംഗ് ഇസ് ഫൺ എന്നുള്ള ചാനലിലെ എക്സ്പ്ലനേഷനോട് കൂടി നമ്മൾ അതിൽ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കാണുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.